സാക്ഷി ബൈജു ദേവരാജ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല. എന്നാൽ പാരിജാതം സീരിയലിലൊക്കെ ചെയ്തിരുന്ന രസ്ന എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. സീരിയൽ ലോകത്തിൽ ഡബിൾ ആക്ഷൻ റോളുകൾ അത്ര പരിചിതമല്ലാത്ത കാലത്താണ് പാരിജാതം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ ഇരട്ട വേഷങ്ങൾ ചെയ്തുകൊണ്ട് രസ്ന എത്തിയത്. സീമ, അരുണ എന്ന ഇരട്ട കഥാപാത്രങ്ങളെയായിരുന്നു താരം അവതരിപ്പിച്ചത്. സീരിയൽ ക്ലിക്കായതിനൊപ്പം രസ്നയുടെ സ്റ്റാർ വാല്യൂവും ഒരുപാട് കൂടി. എന്നാൽ അതിനുശേഷം രസ്ന അത്ര സജീവമായിരുന്നില്ല. ഇടയ്ക്ക് 1-2 സീരിയലുകൾ ചെയ്തുവെങ്കിലും പിന്നീട് അപ്രത്യക്ഷയായി. അതിനുശേഷമാണ് എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നത്. പാരിജാതം ഉൾപ്പെടെ മാനസപുത്രി, നിരവധി ഹിറ്റ് സീരിയലുകളുടെ സംവിധായകനാണ് ബൈജു ദേവരാജ്. അദ്ദേഹവുമായിട്ടുള്ള പ്രണയവും വിവാഹവും ഒക്കെയായിരുന്നു ആ പിന്മാറ്റത്തിന് കാരണം. നേരത്തെ വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമായിരുന്നു ബൈജു ദേവരാജ്. എന്നാൽ പാരിജാതം സെറ്റിൽ രസ്നയുമായിട്ടുള്ള പ്രണയം ആ ബന്ധത്തിൽ വിള്ളലുകൾ വരാൻ കാരണമായി. അവസാനം ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തിയാണ് ബൈജു ദേവരാജ് ആദ്യ വിവാഹബന്ധം ഒഴിവാക്കിയത്. അതിനുശേഷം രസ്നയെ കല്യാണം കഴിച്ചു. മതവും പ്രായവും രസ്നയ്ക്കും ബൈജുവിനും ഇടയിലെ മറ്റൊരു പ്രശ്നമായി നിന്നു. ഹിന്ദു മതം സ്വീകരിച്ച രസ്ന സാക്ഷി എന്ന് പേരും മാറ്റി. പിന്നെ പ്രായത്തെ പ്രണയം കൊണ്ട് മറികടന്നു. ആ നിയമ പോരാട്ടങ്ങളും മതം മാറ്റവും എല്ലാം സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തിന് വേണ്ടിയായിരുന്നു. അതിപ്പോഴും രസ്ന എന്ന സാക്ഷിക്കുണ്ട് എന്ന് നടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാണ്. വളരെ അപൂർവമായി മാത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന രസ്ന ഇപ്പോൾ കുടുംബത്തിനോടൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ആ സന്തോഷം പ്രകടമാണ്. ഭർത്താവിനും 3 മക്കൾക്കുമൊപ്പമുള്ള ഫോട്ടോയാണ് പങ്കുവച്ചിരിക്കുന്നത്. ചിത്രത്തിന് താഴെ പ്രശംസകളെക്കാൾ കൂടുതൽ വിമർശിച്ചും കളിയാക്കിയും കൊണ്ടുള്ള ഒരുപാട് കമൻസുകളാണ് കാണാൻ സാധിക്കുന്നത്. ബൈജു ദേവരാജുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു രസ്ന എന്ന സാക്ഷി. എന്നാൽ ഇപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ സജീവമാണ് സാക്ഷി. സാന്ദ്ര കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ പ്രൊഡ്യൂസറാണ്. രസ്നയുടെ സഹോദരിയായ മെർഷീന ഇപ്പോൾ കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലെ നായികാവേഷം അവതരിപ്പിക്കുകയാണ്. രസ്ന തൻ്റെ സീരിയലിലേക്ക് എത്തുന്ന സമയത്ത് വെറും 15 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കുമ്പോഴാണ് സീമ, അരുണ എന്ന ഇരട്ട കഥാപാത്രങ്ങളെ അവിസ്മരണീയമാക്കിയത്. വളരെയധികം ഒരുപാട് പ്രേക്ഷകരെ സ്വന്തമാക്കാൻ താരത്തിന് ഈ ഒരൊറ്റ പരമ്പരയിലൂടെ സാധിച്ചിട്ടുണ്ട്. അത്രയധികം ആരാധകരായിരുന്നു ഈ ഒരു പരമ്പരയിലൂടെ താരത്തിന് സ്വന്തമായത്. എന്നാൽ ബൈജു ദേവരാജുമായുള്ള പ്രണയവും വിവാഹവും ഒരുപാട് വിമർശനങ്ങളാണ് രസ്നയ്ക്ക് നേടിക്കൊടുത്തത്. സാക്ഷി ഇപ്പോൾ 3 മക്കളുടെ അമ്മയാണ്. ഇനി അഭിനയത്തിലേക്ക് തിരിച്ചു വരില്ലേ എന്നാണ് ആരാധകർ പലരും ഈ പോസ്റ്റിന് താഴെ കമൻസുകളിലൂടെ ചോദിച്ചിരിക്കുന്നത്.